ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. സ്വാഗതം പറഞ്ഞു കുഞ്ചു. ഞങ്ങളുടെ കുഞ്ഞാവി ഇവിടെ കിടപ്പുണ്ട്. ഞങ്ങളുടെ കഴിഞ്ഞ ദിവസം പെരുന്നാളിന് പോയി മേടിച്ച് കിലുക്കി. ആ, അപ്പം ഞങ്ങളുടെ പുതിയൊരു വിശേഷമായിട്ട് വന്നതാണ്. ഭയങ്കര സർപ്രൈസും എന്താ സർപ്രൈസാണ് അല്ലല്ലോ, ഒരു ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു ദിവസം. അതുപോലെ തന്നെ ഒരുപാട് നാളത്തെ ഞങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ ആഗ്രഹം കുറെ അധികം ആളുകൾ നമ്മളോട് പറഞ്ഞ ഒരു കാര്യം അല്ലേ. ഏറ്റവും കൂടുതൽ നമുക്ക് കമന്റ് വന്ന ഒരു കാര്യം അതായിരുന്നു. ഏറ്റവും കൂടുതൽ വിമർശിച്ചതും അതിന് വേണ്ടിയിട്ടാണ് അല്ലേ. ഒത്തിരി പേര് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും പറഞ്ഞൊരു കാര്യം, അത് എത്രത്തോളം എന്താ പറയുന്നത് എനിക്കറിയില്ല. ഒരു എക്സൈറ്റ്മെന്റിലാണ് ഇരിക്കുന്നത്. അതാണ് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ പോവാണ്. വേറൊന്നുമല്ല, നാളെ ഞങ്ങൾ അച്ചാച്ചൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അതായത് ആവക്കുട്ടി ആദ്യമായിട്ട് അവളുടെ അച്ചാച്ചൻ്റെ അല്ല അവളുടെ അപ്പൻ്റെ അമ്മേനെയും അച്ഛനെയും കാണാൻ പോവാണ് അല്ലേ. വല്യപ്പനെയും വല്യമ്മേനെയും കിട്ടിയില്ല കേട്ടോ. വല്യപ്പനെയും വല്യമ്മേനെയും കാണാൻ പോവാണ് അല്ലെ. വല്യമ്മ 2 പേരുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറയാൻ. കാണാൻ പോവാണ്. അതുപോലെ തന്നെ അവരും ആദ്യമായിട്ടാണ് ആ ഊട്ടനെ കാണുന്നത്. ഇത് പ്രത്യേകം പറഞ്ഞാൽ നമ്മൾ അവിടെ പറഞ്ഞിട്ടില്ല ഈ കാര്യം. നമ്മൾ വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ല. ഇപ്പോൾ കുറച്ച് മുമ്പ് വിളിച്ചപ്പോൾ മമ്മി വിളിച്ചപ്പോൾ പറഞ്ഞു, മമ്മി ചോദിച്ചു നാളെ വൈകിട്ടാണ് പള്ളിയിൽ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അതേന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സർപ്രൈസായിട്ട് തന്നെയാണ് ചെല്ലുന്നത്. പറയേണ്ട കാര്യമൊന്നുമില്ല, എന്നാൽ പോലും നമ്മളത് പറഞ്ഞിട്ടില്ല. എന്താ ഒരു സർപ്രൈസായിട്ട് നമ്മളങ്ങ് പോവുകയാണ്. കുഞ്ഞാവേനെ കാണും എന്നുള്ളൊരു സന്തോഷം. അതാണ് പറയുന്നത്, നമ്മൾ വീഡിയോ എടുക്കരുത്. കാരണം അവിടുത്തെ സാഹചര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, വീഡിയോയ്ക്ക് നിന്ന് തരില്ല. അപ്പം ഇപ്പം തന്നെ പറഞ്ഞേക്കുവാണ്, ആദ്യത്തെ വീഡിയോ തന്നെ പറഞ്ഞേക്കുവാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ അവിടുത്തെ തന്നെ വീഡിയോ കാണിക്കാതെ അവരെ കാണിച്ചില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് പറ്റുന്നിടത്തോളം ഏതെങ്കിലും ഒരു ഷോട്ടോ 1-2 അവിടെ എത്തി എന്ന് നിങ്ങളെ വിശ്വസിക്കാൻ തക്ക വിധത്തിലുള്ള നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിക്കാം. അല്ലെങ്കിൽ നാളെ പറയും വെറുതെ പറയാനും പോയിട്ടില്ല എന്ന് പറയൂട്ടോ. എന്തായാലും അല്ല, നമ്മൾ രണ്ടുപേരുടെ ഒരു ഇതാണല്ലോ, 1 വർഷത്തിന് ശേഷമാണ് ആവ വീട്ടിലേക്ക് പോകുന്നത്. അതെ, കഴിഞ്ഞ ഫെബ്രുവരി 10-ാം തീയതി, ഇപ്പോഴും ഉണ്ട്, ഫെബ്രുവരി 10-ാം തീയതി നമ്മൾ സ്കാനിങ് കഴിഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് പോരുകയാണ്. അന്ന് അവർ എവിടെയാണ്, കോഴിക്കോടിന് പോയ സമയത്തല്ലേ, കോഴിക്കോടിന് പോയ സമയത്ത് പോയി നമ്മൾ ഇങ്ങ് പോന്നു. സ്കാനിങ് കഴിഞ്ഞിട്ട് പോന്നു. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിൽ അതെ. ഇതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ. ചേട്ടായി ഒക്കെ കോഴിക്കോട് പോയപ്പോൾ ആദ്യമായിട്ട് അവിടെ പോയപ്പോൾ ആദ്യക്കുട്ടൻ 6 മാസം പ്രായം. അതെ, ഇവള് സോറി ഈ ജോബാനി എന്താ പറയാ വന്നേ. അതായത് 3-ാം തീയതി, ഈ 3-ാം തീയതി ഡേറ്റ് അനുസരിച്ചാണെങ്കിൽ അവൾ ഉണ്ടായതാണെങ്കിൽ അതിനൊരടി 6 മാസമാവും. മാർച്ച് 3-ാം തീയതി കംപ്ലീറ്റ് ആയി സ്റ്റാർട്ട് ചെയ്യാണ് ഞങ്ങള്. അതെ. അപ്പം നമ്മുടെ കുറച്ച് സാഹചര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇതുവരെയും പോകാതിരുന്നത്. അല്ലാണ്ട് വേറൊരു പ്രശ്നമില്ല. ഇപ്പൊ പോലും നമുക്ക് വണ്ടിയുടെ സിദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സിന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എത്രത്തോളം നമ്മൾ വീട്ടിലൊക്കെ പോയതിന്റെ ആ ഒരു ഇത് വെച്ചിട്ട് നമുക്കൊരു ഇതുണ്ട്, അവൾ കുഴപ്പമില്ല, വഴക്കുണ്ടാക്കില്ല എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്ക്. അതെ, ആ ഒരു വിശ്വാസത്തിൻ്റെയാണ് പുറത്താണ് പോകുന്നത്. കാരണം അതുകൊണ്ടാണ് നമ്മൾ അന്ന് വീട്ടിൽ പോയപ്പോഴും അങ്ങനെ ഒരു ഇതിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. കാരണം എങ്ങനെ ആണ് സാഹചര്യം എന്നൊക്കെ നോക്കി നമുക്ക് ഇത്ര അതിനെക്കാട്ടിലും വീട്ടിൽ പോകുന്നതിനേക്കാട്ടിലും ഇത്ര ദൂരെ കൂടുതലുണ്ട് അങ്ങോട്ട് കണയങ്കോലിൽ പോകുന്നത്. എന്നാൽ പോലും നമുക്ക് പോവുക എന്നുള്ളതാണ്. കാരണം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ടൊക്കെ പോയി കാണിക്കാത്ത, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ലല്ലോ, നിങ്ങൾ കൊണ്ടുപോയി കാണിക്കണമെന്ന്. നമ്മുടെ സാഹചര്യങ്ങൾ അത്രത്തോളം എല്ലാം അനുകൂലമായി വന്നപ്പോഴാണ് നമ്മളും പോകുന്നത്. അല്ലാതെ വേറൊന്നുമല്ല. നമുക്ക് എല്ലാം പോയേക്കാം എന്ന് വിചാരിക്കും. കുറേ ദിവസമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഞായറാഴ്ച തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ബസ്സിനാണ് പോകുന്നതുകൊണ്ട് ഈ തിങ്കളാഴ്ചയും സ്കൂൾ ടൈം നല്ല തിരക്കാണല്ലോ. നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് തിരക്കുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഞായറാഴ്ച തന്നെ പോയേക്കാം എന്ന് വിചാരിച്ചത്. വലിയ തിരക്കുണ്ടാവില്ല എന്ന വിശ്വാസത്തിന്മേലാണ് പോകുന്നത്. എത്രത്തോളം അറിയത്തില്ല. എന്താ ഇത് ആ ഒരു എക്സൈറ്റ്മെന്റ്. അതുകൊണ്ട് വാക്കുകളൊന്നും കിട്ടുന്നില്ല. പിന്നെ
എത്രത്തോളം സർപ്രൈസ് ആകും, എത്രത്തോളം അത് റിയാക്ഷൻ വരുന്നൊന്നും നമുക്കറിയില്ല. ചിലപ്പം വലിയ സംഭവമായിട്ടൊന്നും കാണില്ലായിരിക്കും. എങ്കിൽ പോലും നമുക്ക് ഭയങ്കര ഒരു ഇതല്ലേ അവിടെ പോകുന്നതിൻ്റെ ആ ഒരു സന്തോഷം. അത് ഒരു ശകലാണെങ്കിലും വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. എന്തായാലും ഈ വീഡിയോ വരുമ്പോൾ ഞങ്ങൾ എന്തായാലും അവിടെ ചെന്നിട്ടുണ്ടാവും. സൺഡേ ആണ് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്യുന്നത്. ഈ വീഡിയോ സൺഡേ വരും. അപ്പം ഞങ്ങൾ എന്തായാലും സൺഡേ വരുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ വീഡിയോ ഇറങ്ങും മുന്നേ, ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടാവും. അല്ല പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ബാഗ് പാക്കിങ് കേട്ടൊന്നും ഇല്ല കേട്ടോ, കുറച്ച് എടുത്തു വെച്ചിട്ടുള്ളൂ. കുഞ്ഞിന് കുറച്ച് സാധനം എടുത്തു വെച്ച് എന്നാ പറയുന്നേ പറഞ്ഞു എന്നെ വർത്താനം പറഞ്ഞു ഇവിടെ ഉണ്ട് കേട്ടോ ആള്. വർത്താനം പറഞ്ഞു. ഇപ്പൊ ഭയങ്കര ചൂടായതുകൊണ്ട് അവർക്ക് തൊട്ടിലൊക്കെ കിടക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പൊ നമ്മള് കട്ടിലേല് നമ്മുടെ കൂടെ അവിടെ വൈകിട്ട് കിടക്കുന്നത്. അപ്പൊ ഒരേക്കടെ സ്ഥലം അവളങ്ങ് എടുക്കും. അതെന്ന് പറഞ്ഞ വട്ടം കറങ്ങി വരുമ്പോഴത്തേനും നമ്മള് അനങ്ങാൻ പറ്റത്തില്ലാത്ത രീതിയിലായിക്ക് കളയല്ലേ കുഞ്ഞ്. അപ്പം നമ്മുടെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങള്, വിശേഷങ്ങളൊക്കെ. അപ്പൊ എന്തായാലും നിങ്ങളോട് പറയണം തോന്നി. നമ്മുടെ ഒരു ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് വലിയ ഒരുക്കങ്ങളൊന്നുമില്ല. നമ്മൾ ബസ്സിൽ പോകുമ്പോൾ നമുക്ക് ഒത്തിരി സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ ഒന്നാമത്തെ കാര്യം പറ്റത്തില്ല. തിരിച്ച് അവിടെ നിന്നാണെങ്കിലും കൊണ്ടുവരാൻ നമുക്ക് പറ്റത്തില്ല. അല്ലെങ്കിൽ ഞങ്ങൾ മണ്ണ് വരെ വാരിക്കൊണ്ട് വന്നേ. നമ്മൾ ഓർത്തായിരുന്നു കുറച്ച് കൊണ്ടുവരണമെന്ന് ഓർത്തോണ്ടിരിക്കുവായിരുന്നു. അവിടുത്തെ മണ്ണ് കാരണം പിന്നെ ഒരു ചെടി നമ്മൾ മേടിച്ച് വെച്ചൊരു ചെടിയുണ്ട്. വേറെ ഉണ്ട് മേടിച്ച് വെച്ചാൽ അത് ഇപ്പോഴും ഉണ്ട്. ഞാൻ ഇന്ന് പിരിച്ച് നട്ടായിരുന്നു. ഒരെണ്ണം അത് രണ്ടും ഉണ്ട്. അപ്പോൾ അതിപ്പോഴും അതേ ഒരു കുറച്ച് പൊങ്ങി വളരില്ല. അതിൻ്റെ ഒരു ഇതുണ്ട്. അത് നല്ല രസം കാണാം കേട്ടോ. നമ്മൾ കഴിഞ്ഞ അതായത് 2023 ക്രിസ്മസിനല്ലേ നമ്മളത് അലങ്കരിച്ച് അതിൻ്റെ മണ്ണിൽ നല്ല ഇതൊക്കെ ഇട്ട് സീരിയൽ ബൾബൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് നല്ല രസമാണ് കാണാൻ. നല്ല അടിപൊളിയായിട്ട് നിൽപ്പുണ്ട്. ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന കൂട്ടെല്ലാം ചെടി ഉണ്ടായിരുന്നു. നിറച്ചും ചെടി, അതായത് പൂക്കളുള്ള ചെടികളല്ല, ഇതുപോലെ ഇലകൾ കാണാൻ നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള ചെടികൾ. അപ്പോൾ അതൊന്ന് കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യം അതായത് പെങ്ങൾ വന്നപ്പം കൊണ്ടുവരാൻ വേണ്ടി പ്ലാൻ ചെയ്തതല്ല. കാരണം അത് കഴിഞ്ഞിട്ടാണ് വിളിച്ചു പറഞ്ഞാൽ അയ്യോ അത് കൊടുത്തുവിടായിരുന്നു പറഞ്ഞു. അപ്പോൾ അന്നേരത്തിന് ഇങ്ങ് പോകുന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഓർത്തു പിന്നെ എപ്പോഴേലും പോകുമ്പം അന്ന് കൊണ്ടുവരാമെന്ന് ഓർത്തുകൊണ്ടിരിക്കുന്നു. കാരണം ആഗ്രഹമാണ്. എന്തെങ്കിലും ചെടി മേടിക്കണമെന്ന് കയറിയതാണ്. കുറേ നേരം തപ്പി പിടിച്ചിട്ടാണ് അത് കിട്ടിയത്. എന്നാലും അത് നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളത് അതിനകത്ത് ഈ ഭയങ്കര വിരശല്യമായിരുന്നു. മണ്ണ് ഇങ്ങനെ മേളിൽ ഇങ്ങനെ കുരുകുരുവാനാക്കുമായിരുന്നു. ഭയങ്കര വൃത്തികേടായിട്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനത് നോക്കിക്കഴിഞ്ഞപ്പം അതിനകത്ത് മൊത്തം റീപ്ലാന്റ് ചെയ്ത് മൊത്തം വിരയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അടിപൊളിയാക്കി മെറ്റിൽ വാരിയിട്ട് കയറി വരാതിരിക്കാൻ വേണ്ടി. ഇപ്പോൾ അടിപൊളി നല്ല രസമാണ് കാണാനായിട്ട്. അന്ന് നിങ്ങൾ കാണിക്കാം കേട്ടോ, അവിടെ ചെല്ലുന്ന കഴിയുമ്പോൾ കാണിക്കാം. ഇതോട് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസമല്ല ഞാൻ അവിടെ പോയി എന്നുള്ളത്. അത് കാരണം കുറച്ചാണെങ്കിലും എടുക്കും. അവിടെ ചെല്ലുന്ന ആ ഒരു സംഭവം നമ്മൾ എന്തായാലും എടുക്കും. അപ്പം എല്ലാവരുടെയും സപ്പോർട്ടും എല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പപ്പായും ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ലല്ലോ, അങ്ങോട്ട് കൊണ്ട് കാണിക്കുക എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ സാഹചര്യം ഇപ്പോഴാണ് എല്ലാം ഒന്ന് സെറ്റ്. കുറെ നമ്മൾ താമസിച്ചു പോയി എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ അല്ല വേറൊന്നും കൊണ്ടല്ല കേട്ടോ. ഇവളുടെ കാര്യം നമുക്ക് ഒന്നും ചെയ്യാറില്ല. കാരണം സ്വന്തം വണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല. അന്നേരത്തിന് പറയാം ആൾക്കാർ സ്വന്തം വണ്ടിക്കാരെല്ലാം ഒരുപാട് പേര് ബസ്സിന് യാത്ര ചെയ്യുന്നു അങ്ങനെ. പക്ഷെ നമുക്ക് നമ്മുടേതായ ഒരു ഇതുണ്ടല്ലോ, ഒരു കംഫർട്ടും നമുക്കൊരു ഇതുണ്ടല്ലോ, ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ. ഓക്കെ കുഴപ്പമില്ല നമുക്ക് പോകാമെന്നുള്ളതുകൊണ്ട്. കാരണം ഇടയ്ക്കൊക്കെ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു ഇത്രത്തോളം ഒന്ന് ഇതായത് അപ്പോൾ ചവിട്ടി നിന്ന് അല്ല വേറൊന്നുകൊണ്ടല്ല. അപ്പോൾ എന്തായാലും ഇതാണ് നമുക്ക് ബാക്കിയുള്ള വിശേഷം. വെയിറ്റ് ചെയ്യാനാത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കാം. പറ്റുന്ന പോലെയൊക്കെ നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ കൂടിയാണല്ലോ അത്. കാരണം 1.5 വർഷത്തിന് ഏകദേശം അത്രത്തോളം സമയമായിട്ടുണ്ട്. പിന്നെ ആദ്യമായിട്ട് ആവക്കുഞ്ഞിന്റെ വല്യപ്പനെ കാണുന്നു. വല്യപ്പനും വല്യമ്മയെ ആദ്യമായിട്ട് ആവക്കുഞ്ഞി, അതായത് മകന്റെ കുഞ്ഞിനെ ആദ്യമായിട്ട് കാണുന്നു. അങ്ങനെ കുറെ സവിശേഷതകളൊക്കെ ഉണ്ട് ഈ വീഡിയോയ്ക്ക്. ഞാൻ 1 വർഷത്തിന് ശേഷം അവിടെ കാലുകുത്തുന്നു. അപ്പോൾ എനിക്ക് ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയോ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഇമോഷൻസ് കടന്നു പോകുന്നുണ്ട്. എന്താണെന്നൊന്നും എനിക്കറിയില്ല. സന്തോഷം, ഒരുപാട് എന്തൊക്കെയോ ഇമോഷൻസ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ ചെന്നിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക അല്ലേ. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ അവിടെ ചെന്ന് ബാക്കിയുള്ള പറയും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.